ബ്രദറെ കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞോ പറഞ്ഞോ. ആ, ഞാൻ കുറച്ച് ദിവസങ്ങൾ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ എൻ്റെ ഡയബറ്റിക്സിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. കഴിഞ്ഞ ഒരു 5-6 വർഷമായി ഞാൻ ഡയബറ്റിക്സ് ഉണ്ടായിരുന്നു. ഞാൻ രാവിലെയും വൈകുന്നേരം മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭക്ഷണത്തിന്റെ വല്ലാത്ത കൺട്രോളിൽ വെച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്ന ഉപേക്ഷിച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ മധുരമുള്ള എല്ലാം, ഈവൻ ലഡു അടക്കം ഞാൻ കഴിക്കുന്നുണ്ട്. ഒരു ദിവസം 4 മുട്ട മഞ്ഞയോടുകൂടി കഴിച്ചു. എനിക്ക് ഒരു പ്രശ്നമില്ല, ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടില്ല. പണ്ട് എനിക്ക് ഷുഗർ കൂടുമ്പോൾ ചൊറിച്ചിൽ വരുമായിരുന്നു, ഒരു ഇച്ചിങ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി എപ്പോഴെങ്കിലും വന്നാലോ, കാരണം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പരിപൂർണമായി എനിക്കത് ഭേദപ്പെട്ടു. അത് ഞാൻ സാക്ഷ്യമായിട്ട് ഇവിടെ പറയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ടെസ്റ്റ് ചെയ്തായിരുന്നോ? പറഞ്ഞു. ഷുഗർ ടെസ്റ്റ് ചെയ്തായിരുന്നു? ഞാൻ ടെസ്റ്റ് ചെയ്തായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോ അത് 105 100 മേലെ ഇതുവരെ കയറിയിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ 108 വരെ വരും. അതിനുശേഷം 105 100 ആ റേഞ്ചിൽ നിൽക്കുകയാണ്. കുഴപ്പമില്ലാത്ത റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. അതെ, നോർമലാണത്. 110 താഴെയുള്ളതെല്ലാം നോർമലാണല്ലോ. നോർമലാ. അപ്പൊ എന്തായാലും ഈ ദിവസങ്ങളിൽ നിങ്ങൾ കേൾക്കുക, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശരീരമാണ് ഏറ്റവും നല്ല മാർഗം. ചിലർ പറയാറുണ്ട് ഈ ഷുഗറും പ്രഷറും അതും ഒന്നും മാറത്തില്ല. മാറും. ക്യാൻസർ മാറ്റാൻ, ഞാൻ ചോദിച്ചാൽ മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുന്ന ദൈവത്തിന് നിങ്ങളുടെ ഏത് രോഗവും മാറ്റാൻ പറ്റാത്തത്? രോഗം എന്ന് പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ, മരിച്ചവരെ ഉയർപ്പിക്കുക. ഇതിൽ കൂടുതൽ വല്ലതൊന്നുമില്ലല്ലോ. എല്ലാത്തിന്റെ അവസാനം മരണമാണല്ലോ. ഇതിനെ ഉയർപ്പിക്കാൻ ശക്തിയുള്ള കർത്താവ് പറയുകയാണ്, എന്റെ നാമത്തിൽ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ, നിങ്ങളിലൂടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ വലിയ വിഷയമൊന്നുമില്ല. നിങ്ങൾ പറയണം എന്റെ ശരീരം പുതുക്കം പ്രാപിക്കും.